തൃശ്ശൂർ ജില്ലയിൽ 15 വർഷം വിവാഹം വാർഷികം, അല്ലെങ്കിൽ 15 വർഷത്തോളം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട്. ആ പെൺകുട്ടി 8 പ്രസവിച്ചു. 7 പ്രസവിച്ചെന്ന് പറഞ്ഞാൽ 7 അല്ലേ? എന്നാ 7. എന്തായാലും ആ സ്ത്രീ മരണപ്പെട്ടു. അപ്പോ 2 രീതിയിലാണ് പ്രശ്നം. എന്ന് വെച്ചാല് പ്രസവവുമായി ബന്ധപ്പെട്ടാണ് മരിച്ചത് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ഈ കേസ് നമ്മൾക്ക് അടുത്തറിയുന്ന സുഹൃത്തുക്കളാണ് 2 പേര്. അതെ അതെ അതെ. ഇബ്രാഹിമും മരിച്ച മൂസിനയും നമ്മുടെ സുഹൃത്തുക്കളാണ്. അതെ അതെ. പ്രത്യേകിച്ച് അവസാന ദിവസങ്ങളിൽ സാബിത് സാറും വൈഫ് ബിൻസിറ മേഡം ഒക്കെ അവിടെ പോയിരുന്നു. അതെ, പോയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടുള്ളത് ഇബ്രാഹിം ആ ഭാര്യയെ നോക്കിയത് വളരെ മാതൃകാപരമായിട്ടായിരുന്നു. വളരെ മാതൃകാപരമായിട്ടാണ്. അതായത് വേറെ ഒരു ജോലിക്കും അവർക്ക് സുഖമില്ലാതായിട്ട് പോയില്ല. അതെ അതെ. എന്നിട്ട് ഭാര്യയുടെ അടുത്ത് തന്നെ ഇരുന്ന് അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. അതെ അതെ അതെ. നമ്മൾ നോക്കിയാൽ ഭരണഘടനാ പ്രകാരവും മതപരമായിട്ടും ഒരു രോഗി എന്താണോ ഇച്ഛിക്കുന്നത്, എന്താണോ ആഗ്രഹിക്കുന്നത്, അത് ഫുൾഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അവരോടുള്ള മൗലികാവകാശ പൂർത്തീകരണം. ഇതിൽ ഒരുപാട് സംഗതികളുണ്ട്. ഫസ്റ്റ് തന്നെ അവരെ വീട് മാറുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ അവരെ തറവാടിന്റെ തൊട്ടടുത്ത് തന്നെ അവനൊരു വീട് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അവൻ്റെ സ്ട്രക്ചർ കഴിഞ്ഞതാണ്. പക്ഷെങ്കിൽ ആ വീട്ടിലേക്ക് മാറാനുള്ള ഒരു സാമ്പത്തിക സുസ്ഥിതി ആ സമയത്ത് അവനില്ല. അപ്പോൾ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്. പ്രസവത്തിന്റെ സമയത്തിന് ശേഷം ഒരു കുരു വന്നിട്ടുണ്ടല്ലോ. ഈ കുരു വന്നപ്പോ പ്രസവത്തിന് മുമ്പ് വന്നതാണ്. പ്രസവത്തിന് മുന്നേ വന്നതാണ്. ഇപ്പൊ അതൊരു കോൺട്രഡിക്ഷൻ ആയിട്ട് പ്രചരിപ്പിക്കുന്നത്. അതായത് പ്രസവത്തെ തുടർന്നുണ്ടായ രോഗം അല്ല, പ്രസവത്തിന് മുന്നേ വന്നത്. ഓക്കെ, മാറിപ്പോയതാ പറഞ്ഞപ്പോ. അങ്ങനെ ഇവരെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നല്ല സൂക്ഷ്മത പാലിക്കുന്നവരാണ്. അപ്പോൾ ഇവരെ തറവാട്ടിലാകുമ്പോൾ പല ആൾക്കാരും വരുന്നത് കൊണ്ട് ഇവർക്ക് ഇങ്ങനെ ഒരു അസുഖം ഉള്ളത് കൊണ്ടും ഇവർക്ക് സ്വതന്ത്രമായിട്ട് പ്രൈവസിയിൽ നിൽക്കാൻ കഴിയാത്തൊരു അവസ്ഥ ഉണ്ട്. അപ്പോൾ അവർക്ക് വീട്ടിലേക്കൊന്ന് മാറണം എന്നുണ്ടായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഇബ്രാഹിം എന്നുള്ള ഒരു വ്യക്തിനെ ഞാൻ അവിടെ മനസ്സിലാക്കുന്നത് അവിടെയാണ്. വൈഫ് ഇതിനെപ്പറ്റി പറഞ്ഞത് ഒരു താജ്മഹൽ പണിഞ്ഞതാണ്. കാരണം അവന് ജോലി ചെയ്തു വന്നുള്ള കുറഞ്ഞ സമയം വീട് പണി എടുക്കുകയാണ്. അതിനുശേഷം വേറെ പണിക്കാർക്കൊന്നും ഏൽപ്പിക്കാതെ അവൻ തന്നെ പെയിന്റിങ്ങും അതേപോലെ ഫ്ലോറിങ്ങിൽ ഒരു കട്ടിയുള്ള പെയിന്റ്, അത് ഭയങ്കര ഗ്യാസ് അതുപോലെ ആസിഡൊക്കെ ആയില്ല. സാധാ തുണിയൊന്നും വെച്ചാലോ മാസ്ക് വെച്ചാലൊന്നും പറ്റൂല. വലിയൊരു ക്ലോത്ത് വെച്ചിട്ട് കെട്ടണം. അതൊക്കെ അവനെടുത്ത് പണിയെടുത്ത് ആ ഭാര്യയ്ക്ക് ആ സമയത്തേക്ക് എത്തിക്കണം. അവളെ കാര്യത്തിൽ ഒരു മുൻഗണന ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. ശരിക്കും ഇന്നത്തെ ഓരോ ന്യൂസ് കാണുമ്പോൾ ഇത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഒരാൾക്ക് ഇതിന്റെ വേദന എങ്ങനെയാന്നുള്ളത് ശരിക്കും പറഞ്ഞ് അറിയിക്കാൻ കഴിയുന്നതിലപ്പുറം. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യത്തോടുകൂടി മനസ്സിലാക്കിയ ഒരു കാര്യം, പത്രവാർത്ത ഒരിക്കലും വിശ്വാസയോഗ്യമേ അല്ല എന്നുള്ളതാണ് സത്യം. പത്രവാർത്തയും ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ ഫേക്ക് ന്യൂസുകളും വീഡിയോസും എത്ര കണ്ട് ഈ ഒരു സത്യത്തിന് വിപരീതമായിട്ടാണ് വരുന്നത്. ഇബ്രാഹിമിനെ ഭയങ്കര മോശമാക്കുന്ന തരത്തിലാണ് നമ്മളിപ്പോ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ എന്താ വെച്ചാല് മുഹ്സിനന്റെ ബാപ്പ ഇബ്രാഹിമിനെതിരെ പറഞ്ഞു എന്നുള്ളത്. അത് ശരിക്കും നാട്ടുകാർ കേൾക്കുമ്പോൾ എന്താ വിചാരിക്കേ, ഇത് ശരിക്കും പീഡിപ്പിച്ചതാണ്. ശരിക്കും ഇവര് തമ്മിലുള്ള ആദ്യകാലങ്ങളിലെ പ്രശ്നങ്ങൾ ഇവര് ഈ സമയത്ത് പോയപ്പോ ചെറുങ്ങനെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവര് കുടുംബപരമായിട്ട് ഉള്ള പ്രശ്നങ്ങള് സമൂഹം അന്വേഷിച്ചോട്ടെ, അല്ലെങ്കിൽ കോടതി അന്വേഷിക്കട്ടെ. എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ. ഇപ്പൊ ഇബ്രാഹിമിന്റെ വിഷയത്തിലും മൂസിനയുടെ കുടുംബക്കാര് എന്ന് പറഞ്ഞ് TV വന്ന് സംസാരിച്ചവര്, അതെ അതെ, അവര് എത്രയോ വർഷം മുമ്പാണ് മൂസിനയെ കണ്ടിട്ടുള്ളത്. അതെ അതെ. എന്നിട്ട് ഇപ്പൊ മരിച്ച വിവരം മാത്രമാണ് അറിഞ്ഞത്. അപ്പൊ ഇത്രയും നാൾ ഇവർ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യമൊക്കെ അവിടെ ബാക്കിയുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇവരുടെ കുടുംബ പ്രശ്നങ്ങൾ, മൂസിനയുടെ ഉപ്പയുമായി ബന്ധപ്പെട്ട വിഷയം, ഉമ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ കൊച്ചാപ്പ മാമമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സമൂഹവും കോടതിയും നേരിട്ട് അന്വേഷിക്കുക. നമ്മൾ അതിലേക്കൊന്നും പോകാൻ ആളുകളല്ല. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, അല്ല അവരെ ഉപ്പ, ഒരു മോളുടെ ഉപ്പ പറയുമ്പോൾ ജനങ്ങൾ എന്താ വിചാരിക്കുക? അതെ അതെ, നമ്മള് സ്വന്തം മക്കളെക്കാൾ കൂടുതലില്ലല്ലോ. എന്നാൽ ഒരുപാട് കാലമായിട്ട് പല ബന്ധുക്കളും അവിടെ പോവാറില്ല, അവർ അന്വേഷിക്കാറില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇവരായിട്ട് എന്തോ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് നമുക്ക് കൂളായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ അവിടുന്ന് വരുന്ന ന്യൂസ്, ഇബ്രാഹിമിനോട് ഈ അടുത്ത സമയത്തും നമ്മള് മൂസിനയുടെ ഉപ്പ ഇബ്രാഹിമിനെതിരെ സംസാരിച്ചല്ലോ എന്ന് പറയുന്നത്
മൂസനാട് ഉപ്പ ഒരു സാധുവാണ്. അതെ അതെ ആരെങ്കിലും ഒരു സമ്മർദ്ദം ചെലുത്തിയാൽ അവരോടൊപ്പം നിന്നു പോകും. അതെ അതെ അതിന്റെ പേരിൽ മൂപ്പരോട് ആർക്കും ഒരു ശത്രുത തോന്നരുത്, അല്ലെങ്കിൽ ഒരു വിഷമം തോന്നണ്ട. മൂപ്പരൊരു പാവമാണ്. അതുണ്ടാവും. ചില കുടുംബക്കാരാകുമ്പോൾ നമുക്ക് ഇവരെയും വിടാൻ കഴിയില്ല അവരെയും വിടാൻ കഴിയില്ല അങ്ങനെ നിലപാടെടുക്കുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ വളരെ കർശനമായി നിലപാടെടുക്കുന്ന ആൾക്കാരുണ്ടാവും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താ വെച്ചാൽ, ഇങ്ങനെ ഉള്ള വിഷയങ്ങളിലൊക്കെ കർശനമായി നിലപാടെടുക്കുന്ന സമയത്ത് ഒരു പ്രയാസം ഉണ്ടെങ്കിലും പിന്നീട് ആ കാര്യം സുഗമമാകുകയില്ലേ. അല്ലെങ്കിൽ ഇത് രണ്ടിലും സോഫ്റ്റ് കോർണറിൽ നിൽക്കുന്ന ആൾക്കാർ ശരിക്കും ഈ പ്രയാസം അറിയാതെ പൊട്ടിക്കുന്ന ആൾക്കാരാണ്. അത് കരുതിക്കൂട്ടി ചെയ്യുന്നല്ല, അങ്ങനെ സംഭവിക്കാറില്ല. നമ്മൾ പല കുടുംബങ്ങളിലും വാച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കാണാറുണ്ട്. അല്ല, ഈ ഉപ്പയുടെ വിഷയമാണ് പറഞ്ഞത്. ഉപ്പയുടെ വിഷയം ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കാതെ സത്യസന്ധമായി മനസ്സിലായ കാര്യത്തിലേക്ക് ഉറച്ചങ്ങോട്ട് നിൽക്കുക. അതില് നമ്മൾ പിന്നോട്ട് നോക്കേണ്ട, നമ്മുടെ കുടുംബക്കാർ നോക്കേണ്ട, സഹോദരങ്ങൾ നോക്കേണ്ട. ഇബ്രാഹിമായിട്ടേ അത്ര സ്നേഹത്തിലും അടുപ്പത്തിലായിരുന്നു. മൂസനെ മരിച്ചതിന് ശേഷം ഇബ്രാഹിമിനോടൊപ്പം അവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ നിന്നിട്ട് ആരോ മൂപ്പരെ എന്തോ ഒരു പിരികേറ്റി വിടുന്നത് പോലെ, അല്ലെങ്കിൽ തിരികൊളുത്തി വിടുന്ന പോലെ ഇബ്രാഹിമിനോട് എന്തോ വന്ന് ചോദിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം ഇബ്രാഹിം പറയുന്നത്. മോനെ, നിനക്കെതിരെ മുമ്പ് കേസ് എന്തെങ്കിലും ഉണ്ടോ? സ്നേഹത്തിലെ ചോദിക്കുന്നത്. അപ്പൊ വേറെ ആരോ എന്തോ ഒരു രീതിയിൽ ഇബ്രാഹിമിനെ ട്രാപ്പ് ആക്കാൻ വേണ്ടിയിട്ട് എന്തോ ചോദിക്കുകയാണ്. അതെ 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 അതെ. അപ്പോ ഒരുപാട് പിന്നണി വിഷയങ്ങളും കുടുംബ സാഹചര്യങ്ങളും, എന്തായാലും നമുക്കറിയുന്ന ഇബ്രാഹിം അത്ര ഒരു പെർഫെക്ഷനോട് കൂടിയാണ് മാഷാ അല്ലാഹ് ഭാര്യ നോക്കിയത്. അതിന് പുറമെ അവരെ മുഹ്സിനാന്റെ സുഹൃത്തുക്കളൊക്കെ അവിടെ വരാറുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ അഭിപ്രായത്തിൽ തന്നെ ഇബ്രാഹിം എന്നുള്ളത് ശരിക്കും സാധാരണ ഒരു ഭർത്താവ് ചെയ്യുന്നതിൽ കൂടുതൽ അവരെ പരിചരിച്ചുകൊണ്ടെന്നുള്ളതാണ് അവരെ വാക്കുന്നൊക്കെ കിട്ടുന്നത്. വൈഫുമായിട്ട് അവര് സംസാരിച്ചു. അപ്പം വൈഫിനോട് പറയാ, ഇത്രമേൽ അവർക്കൊരു ആഗ്രഹം വൈഫിന് ഇബ്രാഹിമിന്റെ മുഹ്സിനാക്കുണ്ട്. എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞേ, എൻ്റെ ഈ രോഗം മാറിക്കഴിഞ്ഞാൽ എനിക്കൊരൊറ്റ ആഗ്രഹമുള്ളൂ, ഇബ്രാഹിമിനെ ഒന്ന് നല്ല രീതിയിൽ നോക്കാൻ കഴിയണേ, സേവനം ചെയ്യണേ, ഹിദ്മത്ത് ചെയ്യാൻ കഴിയണേ. ആ വേർഡ് തന്നെ എടുത്തു പറഞ്ഞത്, ഹിദ്മത്ത് ചെയ്യാൻ കഴിയണേ. അപ്പൊ എന്തായിരിക്കും, എത്ര കണ്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും. അതെ, അത്രയും പൊന്നുപോലെ നോക്കിയത് കൊണ്ടാണല്ലോ ആ ഭാര്യയുടെ വായിൽ നിന്ന് അത്തരം ഒരു വാക്ക് വീഴുന്നത്. അതെ അതെ അതെ. ഇബ്രാഹിം ഡെയിലി എന്ന രീതിയിൽ അവരെ വൃത്തിയാക്കുക, അവരെ കുളിപ്പിക്കുക, ക്ലീൻ ചെയ്യുക, അവരുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നോക്കുക, മുടി മെടഞ്ഞിട്ട് കൊടുക്കുക. അതാണ് മുടി മെടഞ്ഞെടുക്കുന്ന കഥ പ്രത്യേകം പറയുന്നുണ്ട്. കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബാത്റൂമിലേക്ക് നേരിട്ട് പോകാൻ കഴിയില്ലല്ലോ. ബെഡിൽ തല പുറത്തേക്ക് ആക്കിയിട്ട് തലയിൽ കൂടെ വെള്ളം പാർന്നിട്ട് ബക്കറ്റിലേക്ക് ആക്കിയിട്ട്, അത് എത്ര ബുദ്ധിമുട്ടാണ് ശരിക്കും. ഒരു സ്ത്രീ ചെയ്യേണ്ട പണി ഒരു സ്വന്തം സഹോദരി അല്ലെ നല്ല പാതിയെ എത്ര കണ്ട് പരിചരിച്ച് നമുക്ക് ശരിക്കും ഒരു ആണിന് അങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്ന് സംശയിച്ചു ഞാൻ. സഹായം സീക്ക് ചെയ്യാതെ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം, അങ്ങനെ ഒരു മനസ്സ് ഇബ്രാഹിമിന് റബ്ബ് കൊടുത്തു. എത്ര മാസമാണ് അങ്ങനെ ത്യാഗം ചെയ്ത്. ഇനി വേറൊരു കാര്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിനും എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. ഇബ്രാഹിമിന്റെ മക്കൾ ഇബ്രാഹിമിന്റെ വീട്ടുകാരുടെ കൂടെ ഉള്ളത്. സാധാരണ ഒരു ഉമ്മ മരണപ്പെട്ടാല് മക്കൾ ഉമ്മയുടെ വീട്ടിലേക്കായിരിക്കും കൂടുതൽ അടുപ്പം കാണിക്കുക. പക്ഷെ മൂസന മരണപ്പെട്ട ശേഷം ഇന്ന് വരെയും ആ മക്കൾ എന്ത് ചെയ്തിട്ടില്ല, മൂസനാടെ വീട്ടിലേക്ക് പോകാൻ കൂട്ടാക്കിയില്ലെങ്കിൽ പോയിട്ടില്ല, അല്ലെങ്കിൽ അവർ വിളിച്ചിട്ടില്ല, എന്തായാലും അങ്ങോട്ട് പോയിട്ടില്ല. എന്ന് വരുമ്പോ തന്നെ ഈ മക്കൾ ഒരു ക്രൂരനായ ഉപ്പയുടെ കുടുംബക്കാരോടൊപ്പം നിൽക്കുവോ? ഒരിക്കലില്ല. അപ്പൊ അത്രയും ഇബ്രാഹിം ഒരു പെർഫെക്റ്റ് വാപ്പയാണ്, മാഷാ അല്ലാഹ്, ഒരു പെർഫെക്റ്റ് ഭർത്താവായിരുന്നു. ഭാര്യ ഒരിക്കലും അപകടപ്പെടാതിരിക്കാൻ വേണ്ടി അവസാനം വരെ ശ്രമിച്ച ആളാണ്. പിന്നെ മരണം എന്നുള്ള സ്വാഭാവികമാണല്ലോ. പിന്നെ അത് അലോപ്പതി ചൂഷണത്തിൽ ഇരയായിട്ടാണ് മൂസനെ മരണപ്പെട്ടത്. അതും ശരിയാണ്. പക്ഷെ ഇബ്രാഹിം ആഗ്രഹിച്ചില്ല ചൂഷണത്തിൽ അകപ്പെടുന്ന കാര്യം. മൂസനയുടെ ഉള്ളു പരിശോധിക്കുമ്പോഴും അതായത് ഒന്നാമത് വീക്കാണ്, മൂസന് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ആരോഗ്യത്തിൽ ഇരിക്കുമ്പോ പോലും. അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യം അവിടെ ചെയ്യുമ്പോഴേക്ക് ഇബ്രാഹിം ആകെ തകർന്നു പോവാണ്. ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ഭാര്യയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഈ അലോപ്പതിക്കാരുടെ ചൂഷണത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള പ്രയാസം. എന്തായാലും നിങ്ങളൊരു ഇതിൽ കണ്ടല്ലോ, അവിടെ മെഡിസിൻ ബില്ല് 86,000 എന്നുള്ളത്. ആ കണ്ടീഷനില് 2 ദിവസം കൊണ്ട് 86,000 രൂപന്റെ മെഡിസിൻ, വലിയൊരു എമൗണ്ട് മെഡിസിൻ നമുക്ക് ഒരിക്കലും ഫാർമസി ബില്ല് ആകുന്ന തരത്തില് അലോപ്പതിയുടെ ഏറ്റവും സൈഡ് എഫക്ട് കുറഞ്ഞൊരു സാധനമായിട്ടാണ് പാരസിറ്റമോൾ സാധാരണ പറയുന്നത്. അവര് 2 ദിവസം കൊണ്ട് ഒരാൾക്ക് 60 രൂപയുടെ അല്ലെങ്കിൽ ഒരു 100 രൂപയുടെ പാരസിറ്റമോൾ കഴിക്കാൻ പറ്റുമോ? ഒരിക്കലും. അങ്ങനെ കഴിച്ചാൽ തന്നെ അലോപ്പതിയുടെ അഭിപ്രായ പ്രകാരം തന്നെ അയാൾ ജീവിച്ചിരിക്കുമോ? അപ്പോ പാരസിറ്റമോൾ അല്ലാത്ത ഒരുപാട് തരത്തിലെ ഡ്രഗ്സ് ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്യുകയും മൂക്കിലൂടെ അത് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ 86,000 രൂപ പോട്ടെ, അതിൽ ഗ്ലൗസും മാസ്കും ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു 20,000 രൂപയുടെ
മരുന്ന് 2 ദിവസം ഒരു ശരീരത്തിൽ കയറിയാൽ പിന്നെ എങ്ങനെ ജീവിച്ചിരിക്കുന്ന അതിനെപ്പറ്റി ഒരു അന്വേഷണം ഇല്ലാത്തത്? അതിനെപ്പറ്റിയൊക്കെ ഇനി ഇവിടെ തുടരെ അന്വേഷണം ഉണ്ടാകും. നമ്മളതാണ് ആഗ്രഹിക്കുന്നത്. ഇനി മുമ്പോട്ട് കൊടുത്ത മരുന്നുകളെ കുറിച്ച്, മരുന്നുകൾ കൊടുത്ത് ഉള്ള മരണമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതെ അതെ അതെ. പക്ഷെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇബ്രാഹിം എന്തോ ചെയ്തു എന്നുള്ള തരത്തിലേക്ക് മൂസനയുടെ കുടുംബക്കാരെ കൊണ്ട് ആരോ ചെയ്യിച്ചതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കേസ് കോടതിയിലാണ്. നീതി ഇൻഷാ അല്ലാഹ് നടപ്പാകും. അള്ളാഹു സത്യത്തെ വിജയിപ്പിക്കും. ഇതിന്റെ തിന്മയുടെ പേരിൽ കൂട്ടുന്ന എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ഉറപ്പായിട്ടും പെടും. പക്ഷെ ഇബ്രാഹിം പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ, എന്നെ ഉപദ്രവിച്ച ആർക്കും മോശം സംഭവിക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് ഇബ്രാഹിം പറയാം. പക്ഷെ ആ വാക്കൊക്കെ ഇബ്രാഹിമിന്റെ വായിന്ന് വരണമെങ്കിൽ എത്ര നല്ല മനുഷ്യനാണ് അദ്ദേഹം. നമുക്ക് പറ്റും ഇങ്ങനെ ദ്രോഹിച്ചിട്ട്, ഇങ്ങനെ കരുതി കൂട്ടി ദ്രോഹിച്ചിട്ട് ആ ഒരു സമൂഹത്തെക്കുറിച്ച് അള്ളാഹു അവർക്ക് നന്മ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ പഠിച്ചവൻ അത്രയും നല്ല മനസ്സ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും കാണുന്ന ആളുകൾ എത്രയേ ഉള്ളൂ ഇതിൻ്റെ ഈ വീഡിയോയുടെ ആകെ ചുരുക്കം. പത്രവാർത്തകളിൽ വിശ്വസിക്കരുത്, വിശ്വസിക്കരുത്, വിശ്വസിക്കരുത്. സോഷ്യൽ മീഡിയയിലെ കള്ള വീഡിയോയിലും വിശ്വസിക്കരുത്, വിശ്വസിക്കരുത്, വിശ്വസിക്കരുത്. ഇതാണ് ഇതിൻ്റെ ആകെ ചുരുക്കം. ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ നേരിട്ട് ആ ആളോട് സംസാരിച്ച് നിജസ്ഥിതി മനസ്സിലാക്കിയാൽ മാത്രമേ കാര്യം മനസ്സിലാവുള്ളൂ. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ റീച്ചിന് വേണ്ടിയിട്ടും പണത്തിന് വേണ്ടിയിട്ടും ഒക്കെ എന്തുള്ളൊരു സാധനമായി പോയി. അപ്പോൾ വീഡിയോ അതിൻ്റെ ഒക്കെയാണ്. താങ്ക് യു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.